ഇനി നേരെ ഇരട്ടി മഴയും പെയ്ത് ആ വാച്ച്മാൻ കൂടെ വന്ന ആ സിനിമ കഥ പോലെയാവും. പഠിക്കുന്ന കാലത്ത് നീ വലിയ അലമ്പല്ലായിരുന്നു. മനുഷ്യന് മാറ്റം എപ്പോ വേണമെങ്കിലും വരാലോ. ഈ ബ്രേക്ക് ഡൗൺ സ്വന്തം ക്രിയേഷൻ ഒന്നും അല്ലല്ലോ അല്ലേ? അതെന്തിന്? അല്ല, കഥയിൽ പറഞ്ഞ പോലെ ഇതാ ഒരു ഗസ്റ്റ് ഹൗസ്, അവിടെ ഒരു സിംഗിൾ റൂം, പിന്നെ നിന്റെ ഒരു ഇമ്മോറൽ അപ്രോച്ച്. മതി മതി, ഇത് പെമ്പിള്ളേരുടെ ഒരു ചീപ്നെസ്സാ. കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട. ഞാൻ അച്ഛനെ വിളിക്കാം. പെട്ടെന്ന് എത്താൻ പറയാം. എന്താ മോനെ, നിന്റെ ഏട്ടനെ കൊണ്ട് നീ വീട്ടിലെത്തിയോ? അല്ല, ഒരു കാട്ടിലാ എത്തിയത്. അച്ഛനത് എവിടെയാ? പെട്ടെന്ന് വാ. ഞാനൊരു സവാരി വിളിച്ചോണ്ട് പോന്നതാ. വഴിക്ക് വെച്ച് അച്ഛന്റെ മൂത്ത മോനൊരു ബോധക്ഷയം. അല്ല, ചത്തെന്നാ തോന്നുന്നു. എന്നാ പിന്നെ ഒരു രാത്രി നീ എവിടെ കഴിച്ചു കൂട്ട്. അച്ഛനാ ഒരു കോഴിക്കോട് കിട്ടി. ഹലോ, ഒന്ന് പതുക്കെ പറ. മറ്റന്നാളെ വരൂ. നല്ല മോനല്ലേ, അച്ഛനോട് സഹകരിക്ക്. അയ്യോ അച്ഛാ, എന്റെ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയാ. അപ്പൊ മോനെ, നിന്റെ മാനം പോകാതെ സൂക്ഷിച്ചോണം. ദൂരോട്ട് മാറി നിന്നാ മതി, അല്ല നിന്നെ കയറി പിടിക്കും. അച്ഛനത് എന്താ ഈ പറയുന്നത്? കോഴിക്കോട് കളഞ്ഞിട്ട് പെട്ടെന്ന് വാ. അത് പറ്റാത്ത കാര്യമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ, സഹകരിക്കുന്ന കൊച്ചാണെങ്കിൽ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക. പിന്നെ ഒരു രാത്രി സുഭിക്ഷമായിട്ട് കഴിയാവുള്ളത് ഞാൻ കാരണത്ത് കരുതിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ മോനെ, എൻജോയ്. രണ്ടുപേർക്കും കൂടി പൊതച്ച് കിടക്കാനെന്നായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അയ്യേ, അച്ഛൻ്റെ ഒരു കാര്യം. ഇനിയെന്താ? ഇതായിരിക്കില്ല. എങ്കിൽ ഞാൻ അച്ഛനെ വെറുക്കും. അതൊരു കോൾ തന്നെയായിരുന്നോ അതോ അതൊരു ക്രിയേഷൻ ആണോ? കൂടെ സുന്ദരിയ ഒരു പെണ്ണുള്ളപ്പോ? അയ്യടി മനമേ, എന്റെ ഇനോവ കാറിൽ കയറുന്ന പെമ്പിള്ളേരെ വെച്ച് നോക്കുമ്പോഴേ നീ വെറും കൊരങ്ങ. ഒരു കല്യാണ ഓട്ടൊക്കെ പോയാലേ നല്ല കിളി പോലത്തെ പെമ്പിള്ളേർ ഇരിക്കുന്നേ മടിയില, അതും മണിക്കൂറുകളോളം. ടാക്സി ഡ്രൈവർമാരുടെ യോഗം ഒന്ന് വേറെ അടി. ശരി, വീണ്ടും ഒരു തറച്ചിന്ന നിന്റെ മനസ്സിൽ വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ പാക്ക് ചെയ്തേക്കാം. ഹലോ, ഓട്ടോ സ്റ്റാൻഡ് അല്ലേ? വാ, മേഡം ഇറങ്ങിയാലും. എന്നെ പെണ്ണ് കാണാൻ വന്നവരാ, ഒരു അമേരിക്കൻ ടീം. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ലേറ്റ് ആയിട്ട് വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പോകുന്നതേ ഉള്ളൂ. നീയും കൂടെ ഒന്ന് വരണേ. അച്ഛനോട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയ കാര്യം ഒന്ന് പറയണം, ഇല്ലെങ്കിൽ അച്ഛനെ കൊല്ലും. ഹലോ, നീ ഒന്ന് കൂടെ വരുമോ? അത് വേണ്ട. ഒരു പെണ്ണിനെ കൊണ്ടുപോയി പഴിപ്പിക്കാൻ നോക്കി ഈ വൃത്തികെട്ടവൻ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓ സോറി സോറി സോറി. പോരെ, കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? സൂക്ഷിക്കണേ മോനെ, അവള് കയറി പിടിക്കുന്നു. അത്രയ്ക്ക് നല്ല മോനായത്, അറിയോ? ആ അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? സ്നേഹത്തോട് രണ്ട് തെറി പറയാനാ. പെൺകുട്ടികളെ കുറിച്ച് ആൾ ഇങ്ങനെയാണോ തിരിച്ചു വെച്ചിരിക്കുന്നത്? സാജ, ഒന്ന് വാടാ, അച്ഛനോട് സംസാരിക്കടാ. ഗൗളി, ഗൗളി എണിച്ചു വാടാ. എന്താടി നീ ലേറ്റ് ആയെന്ന് ചോദിക്കാനല്ല പോകുന്നത്, ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാനാ പോകുന്നത്. അച്ഛാ, എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. ഇപ്പോഴല്ല, പിന്നീട്. ഇതെന്റെ കൂടെ പഠിച്ചതാ സാജൻ. ഇവന്റെ മുന്നേ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി. ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതി എന്റെ വണ്ടി വിളിച്ചത്. അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അല്ല, അതിപ്പോ അല്ലെങ്കിലാവും. പിന്നീട് കുറെ ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത്. അയാൾക്കാണെങ്കിൽ ഭൂലോക ജാട. സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. പിന്നെ കല്യാണത്തിന് മുമ്പേ അല്ല, പെണ്ണ് കാണാൻ വന്നവർ പോയിട്ടേ എത്താവൂ എന്ന് പാർവതി പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാറുമോള് പറഞ്ഞാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ മോനിനി പൊയ്ക്കോ. വലിയ ഉപകാരം. താങ്ക് യു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിക്ക് നിന്നെ അകത്തോട്ട് വിടണോ വേണ്ടോന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണോ? അതെ. എങ്കിലൊരു ചെറിയ മാറ്റം വരുത്താനുണ്ട്. ഇപ്പൊ ടൈം 8:30, എന്റെ ഡിന്നർ ടൈമാണ്. നമുക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. വന്നോളൂ. വരൂന്നേ.
ചെല്ലുന്നേ. ഒറ്റ വിത്തായി പോയില്ലേ? ഞാൻ പറയുന്നത് രണ്ടുപേർക്കും കേൾക്കാൻ പറ്റും. വർത്താനം കുറച്ച് മതി. ആദ്യം ടെൻഷൻ അടിച്ച് ചൊറിഞ്ഞു പോയി. ഈ ഡിക്കിൽ വെച്ചാലോ? അപ്പുറത്തെങ്ങനെ കൊണ്ട് വെക്കുന്നു? ഇവിടെ ആരെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്. ഈ ഡിക്കി തന്നെ വെച്ചാൽ മതി. അവൻ പറഞ്ഞ ശരി, ഇതിനകത്ത് തന്നെ വെക്കാന്നേ. അടയാളം വല്ലതും വെക്കണം. ആ, നീ ഇവിടെ കുത്തിയിരുന്നോ? ഭഗവതി, എടാ വണ്ടിയുടെ ഫോട്ടോ എടുത്തു. വിട്ടോ. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ? അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണം. ഇയാൾക്ക് പറഞ്ഞാൽ മൊത്തം കുടിച്ചില്ലും തകരപ്പാട്ടയാ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്കാൻ. എന്താ മൂത്രമൊഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെടാ? ശങ്കരമംഗലത്ത്. അവിടെ ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസഫേ, തോക്കിനുള്ളിൽ കയറി വെടിവെക്ക. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിന്? വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ, അയ്യടാ, ഓസിന് പോലീസ് ജീപ്പ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലയിൽ വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോൾ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ ഒഴിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനെ? ശരി സാർ. വാ വാ. പോലീസുകാരൻ മൂളിയ കൂടെ SI മൂളണം. ആ പെട്ടിയിൽ എന്ത് കുന്തായാലും അതൊരു കുരിശാ. അത് പോലീസുകാർ എടുത്തോണ്ട് പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. സാർ, എന്താടാ? എല്ലായിടത്തും പരിശോധിച്ച സ്ഥിതിക്ക് ഈ കാറിന്റെ ഡിക്കി കൂടെ ഒന്ന് പരിശോധിച്ചൂടെ? ആ പറഞ്ഞത് ന്യായം. ഒന്ന് നോക്കിയാലോ? അയ്യോ വേണ്ടേ, എന്നിട്ട് വേണം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അറിയുമ്പോ എല്ലാവർക്കും കൂടെ ഒന്നങ്ങ് ചിരിക്കാൻ. എനിക്കിനി ചമ്മാൻ വയ്യേ. ചമ്മ ഞങ്ങൾക്കും വയ്യേ. ഇതിനകത്തൊന്നും ഒരു തേങ്ങ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഡേ നീ അത് എടുത്തോ. പയ്യൻ രക്ഷപ്പെടട്ടോ. മണ്ടച്ചാരേ മുട്ടത്തലേ മറ്റെടുത്തോ. മണ്ടച്ചാരേ മുട്ടത്തലേ കണ്ട.